ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇലക്ട്രിക് വാഹന മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യവുമായി ബജറ്റ്. നിർമ്മാണ ഘടകങ്ങൾ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹന പദ്ധതികൾ പ്രഖ്യാപിച്ചു. നിലവിൽ ബാറ്ററി നിർമ്മിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളെല്ലാം ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഇത് EV ബാറ്ററിയുടെ വില വർദ്ധിക്കാനിടയാക്കിയിരുന്നു. ഇതിനെ തടയിടാനാണ് EV നിർമ്മാണ ഘടകങ്ങൾക്ക് കസ്റ്റംസ് നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന 12 ധാതുക്കളാണ് സർക്കാരിന്റെ നികുതി ഇളവ് പരിധിയിൽ വരുന്നത്. കോബാൾട്ട് പൗഡർ ആൻഡ് വേസ്റ്റ്, ലിഥിയം അയൺ ബാറ്ററി സ്ക്രാപ്പ്, ലെഡ്, സിങ്ക് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ. ഒപ്പം മേഖലയിലെ 35 അസംസ്കൃത വസ്തുക്കൾക്കും നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. മോട്ടോർ, കൺട്രോൾ തുടങ്ങിയ സുപ്രധാന കോമ്പോണന്റുകളുടെ നിർമ്മാണത്തിന് സർക്കാർ പിന്തുണയുണ്ടാകും. ബാറ്ററി റീസൈക്ലിംഗ്, ചാർജിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം തുടങ്ങിയ EV ഇക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉയർന്ന ശേഷിയുള്ള ബാറ്ററി നിർമ്മിക്കുന്നതിനും ബാറ്ററി സാങ്കേതികവിദ്യയിലെ നൂതന ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനും പ്രത്യേക ശ്രമങ്ങളുണ്ടാകുമെന്നും ബജറ്റ് സൂചന നൽകുന്നു. ഇതോടെ EV വാഹനവില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംരംഭകർക്ക് പ്രതീക്ഷയേകിയ സ്റ്റാർട്ടപ്പുകൾ വളർത്താൻ വൻ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. ഇതിനായി 10,000 കോടി രൂപ നീക്കിവെക്കുമെന്നാണ് കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനം. നവീകരണ പ്രക്രിയയിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതുവരെ 1.5 ലക്ഷം സ്റ്റാർട്ടപ്പുകളെ വാണിജ്യ മന്ത്രാലയം അംഗീകരിച്ചിട്ടുണ്ട്. വനിതകൾ, SC/ST വിഭാഗങ്ങൾ എന്നിവരിലെ 5 ലക്ഷം പുതുസംരംഭകർക്കായി 2 കോടി രൂപ വരെ വായ്പ അനുവദിക്കും. 5 ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. അടുത്ത 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധിയെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സ്റ്റാൻഡപ്പ് ഇന്ത്യയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാകും പദ്ധതി നടത്തുക. സംരംഭകത്വ പരിശീലനമടക്കം സർക്കാർ നൽകും. നൈപുണ്യ വികസനത്തിന് 5 ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങും. രാജ്യത്തെ ചെരുപ്പ് നിർമ്മാണ മേഖലയുടെ പുനരുദ്ധാരണത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഉൽപാദനവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിനും വിപണിയിൽ പിടിച്ചു നിർത്തുന്നതിനുമായി ചെരുപ്പ് നിർമ്മാണ ലെതർ മേഖലയിൽ പ്രത്യേക നയം കൊണ്ടുവരും. ലെതർ അല്ലാത്ത തരം ചെരുപ്പുകളുടെ രൂപകൽപ്പന മെച്ചപ്പെടുത്തുന്നതിനും പുതിയ മെഷീനുകൾ കൊണ്ടുവരുന്നതിനും ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുമായി പദ്ധതി ആവിഷ്കരിക്കും. 22 ലക്ഷം പേർക്ക് ഇതിലൂടെ തൊഴിലവസരങ്ങളും ഇതിന്റെ ഗുണവും ലഭിക്കുമെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിർമ്മിത ബുദ്ധി വ്യാപനത്തിനും ബജറ്റിൽ ഇത്തവണ വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. AI വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഇതിനായി 500 കോടി രൂപ വകയിരുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി. അക്കാദമിക ഗവേഷണ രംഗത്ത് AI സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം. ആഗോള പങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ മികവിന്റെ 5 AI കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. അക്കാദമിക ഗവേഷണ രംഗത്ത് AI സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതികൾ. സാങ്കേതിക ഗവേഷണത്തിന് 10,000 ഫെലോഷിപ്പുകൾ നൽകും. IIT പാലക്കാട് ഉൾപ്പെടെ 2014 ശേഷം സ്ഥാപിതമായ 5 IIT-കളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്രം നിക്ഷേപം നടത്തും. IIT പാറ്റ്നയുടെ വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലുള്ള എല്ലാ സർക്കാർ സ്കൂളുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഭാരത് നെറ്റിന്റെ ബ്രോഡ്ബാൻഡ് പിന്തുണയോടെയാകും പദ്ധതിയെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള എല്ലാ ഗ്രാമങ്ങളിലും മിതമായ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്താണ് ഭാരത് നെറ്റ് പദ്ധതി. കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സാങ്കേതികപരമായ വളർച്ചയുണ്ടാക്കി ഗ്രാമീണ സമൂഹത്തെ ശാക്തീകരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവരെ 2,14,323 ഗ്രാമപഞ്ചായത്തുകളിൽ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുകയും 6,92,676 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിക്കുകയും ചെയ്തു. 12,21,014 ഫൈബർ ടു ഹോം കണക്ഷനുകളും 1,04,574 വൈഫൈ കണക്ഷനുകളും സ്ഥാപിച്ചു. സർക്കാർ സ്കൂൾ വികസനത്തിനും ഊന്നൽ നൽകുന്നതാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. ശാസ്ത്രീയ മനോഭാവവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ സ്കൂളുകളിൽ 50,000 അടൽ ടിങ്കറിംഗ് ലാബുകൾ ആരംഭിക്കും. ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന വിഭവങ്ങളിലേക്ക് വഴി തുറക്കുമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.